ഹലോ ഫ്രണ്ട്സ്, റീച്ചിങ് സ്റ്റാർസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ക്രഷ്ഡ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതിനെ നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് ചോപ്ഡ് ഓണിയൻ ഇട്ടിട്ട് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇടാം. അതിൽ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇടാം, അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടാം. ഞങ്ങളിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ നമുക്ക് കുറച്ച് നേരത്തിന് അടച്ചു വയ്ക്കാം. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് തുറന്നിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാതിരിക്കുക. അത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാതിരിക്കുക. മുന്നേ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട്, അപ്പോൾ ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പുതിനയില ചോപ്പ് ചെയ്തിടാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് അതേപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇട്ടതും കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ ചിക്കൻ മൊത്തം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ നന്നായി വെന്തുണ്ടോ നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനെ. ഇപ്പോൾ വേവിക്കാൻ വെച്ച പ്രോസസ്സ് ഒരു സിമ്മായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഒന്നും കൂടി വേവിക്കാൻ വെക്കണം. അത് നമുക്ക് കുറച്ച് മീഡിയം ആയിട്ട് വെച്ചിട്ട് അതിനൊന്നും കൂടി അടച്ചു വയ്ക്കാം. ഇതാ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഇതാ നല്ലോണം ബോയിലായി വരുന്നുണ്ട്, നന്നായി സ്മെല്ലും വരുന്നുണ്ട്, നന്നായി വെന്തു തോന്നുന്നു. ഇതാ നമ്മുടെ നല്ലോണം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കുറച്ച് കൊറിയാണ്ടറൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. ഈ ഒരു ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.